സി മൈ ഇൻറ്റൻഷൻ ഈസ് വെരി ക്ലിയർ. എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേജ്രിവാളല്ല, പിണറായി അല്ല, ആരുടെ കൂടെ കൂടിയാൽ ഈ രാജ്യത്തിന് ഗുണമുണ്ടാവുമോ, ജനങ്ങൾക്ക് ഗുണമുണ്ടാവും, ഞാൻ കൂടും. അത് ഏത് ചെകുത്താൻ്റെ കൂടെയാലും കൂടും. അതുകൊണ്ടാണ് ഞാൻ കൂടിയത്. അപ്പൊ ജട്ടി സാബു തന്നെ സമ്മതിച്ചു നരേന്ദ്രമോദി ഒരു ചൈത്താനാണെന്നും BJP പാർട്ടി ഒരു ചൈത്താൻ പാർട്ടിയാണെന്നും ജട്ടി സാബു തന്നെ അങ്ങ് സമ്മതിച്ചു. അവന്റെ തൊള്ളയിൽ നിന്ന് വന്നത് ഇപ്പൊ അതാണല്ലോ. 2020 എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു എറണാകുളത്തില്. ആ എറണാകുളത്തിൽ ഏതോ ഒരു പഞ്ചായത്തില് അവിടുത്തുള്ള ജനങ്ങൾക്ക് പഞ്ചസാരയും ചായപ്പൊടിയും കൊടുത്ത് ആ ജനങ്ങളെ കയ്യിലെടുത്ത് സോപ്പിട്ട് പതപ്പിച്ചിട്ട് അവിടെ ജയിക്കുന്നു. അവിടെ ജയിച്ചത് കൊണ്ട് മാത്രമായില്ല. ജട്ടി സാബുവിന്റെ കീറ ചട്ടി കേരളത്തിൽ വിൽക്കണമെങ്കിൽ, ED പേടിക്കാതെ വിൽക്കണമെങ്കിൽ ചാണകക്കുഴിയിൽ ചവിട്ടിയാലേ മതിയാവുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ജട്ടി സാബു ചാണകക്കുഴിയിലേക്ക് ചവിട്ടുന്നു. എന്നിട്ട് തൊട്ടു നിൽക്കുന്ന ഊറുകായ്ക്ക് പകരം ഉപയോഗിക്കുന്നത് പോലെ ജനങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിനും വേണ്ടിയെന്നും പറഞ്ഞ് ജനങ്ങളെയും രാജ്യത്തെയും അങ്ങ് ഊക്കണു. ഈ ഊള സത്യത്തിൽ ഈ BJP ചവിട്ടിയത് എന്തിനാണെന്നും ഇതിൽ വന്ന് ചാടിയത് എന്തിനാണെന്നുള്ളത് ഒരു ചെറിയ വിശദീകരണം ഇവിടെ ഞാൻ വീഡിയോ ആയി കാണിക്കാം, കണ്ടു നോക്കും. സാബു ജേക്കബിന്റെ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കാണുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വികസനത്തിന് വേണ്ടി NDAയിൽ ചേരുന്നതാണ്. ആ വികസനം എന്ന് പറയുന്ന വാക്ക് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കപ്പുറം കേരളത്തിനൊരു വികസനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് ട്രംപിന്റെ എല്ലാ നയങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വലിയ ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ബിസിനസ്സിലുള്ള നഷ്ടം സ്വദേശത്തേക്ക്, അതായത് ഇന്ത്യയിലേക്ക് അദ്ദേഹം വ്യാപിപ്പിക്കുമെന്ന് നേരത്തെ ഒരു 6 മാസം മുമ്പ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും സഹായങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്, ആ വികസന കാഴ്ചപ്പാടുകൂടിയാണ് 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അരാഷ്ട്രീയ വാദം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നൊരു പ്രസ്ഥാനം ഇന്ന് ആ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് NDA എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് മാറുന്നു എന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായിട്ടും സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഭാഗം മാത്രമാണ്. മാത്രമല്ല, ന്യൂനപക്ഷ സംരക്ഷകരെന്ന് പറഞ്ഞ് വന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ഇന്ന് NDA പക്ഷത്തേക്കും സംഘപരിവാർ പക്ഷത്തേക്കും പോകുമ്പോൾ അദ്ദേഹം സാധാരണക്കാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അണികളുടെ അടുത്ത് മറുപടി പറയേണ്ടതായിട്ട് വരും. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമെല്ലാം, ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എനിക്ക് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ്റെ അടുത്തൊരു കാര്യം ആവശ്യപ്പെടാനുള്ളത്, NDAയുടെ ഭാഗമായി നിൽക്കുന്ന സാബു ജേക്കബിൻ്റെ പാർട്ടിയുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ഭരിക്കുന്ന പുത്തൻകുരിശ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടുമെന്നുള്ളൊരു രാഷ്ട്രീയ ചോദ്യം കൂടി ഈ അവസരത്തിൽ